12 വർഷം ആരാ ലോക്ക് ചെയ്തെന്നറിയാവോ? ഈ ബാധയാ, ഈ പിശാച ലോക്ക് ചെയ്തേ. പൗലോസിനെ പറ്റി അറിയാമല്ലോ. 28ാം അധ്യായം ആക്സ് പറയുന്നു, രക്ഷപ്പെട്ട ശേഷം ബാക്കിയുള്ള 256 പേർക്കും ചിലപ്പോൾ ഒരു ശക്തി ഉണ്ടാകത്തില്ല. പക്ഷെ അകത്ത് കിടക്കുന്ന പൗലോസിനൊരു ശക്തിയുണ്ട്. ഞാൻ പറയാൻ പറ്റുന്ന ശ്രദ്ധിക്കണേ. വിറക് പെറുക്കിയിട്ടപ്പം ദാ കേറി വരുന്ന ഒരു സാധനം, അത് കടിച്ചു, കൈമേൽ തൂങ്ങി എന്നാ വായിക്കുന്നേ. പക്ഷെ ശക്തിയുള്ളവനെ അത് ഏക്കത്തില്ല. ഞാൻ പറയുന്നു, മാവേലിക്കര മണ്ഡലത്തെ പിടിച്ചു കെട്ടുന്ന ചില പൈശാചിക ശക്തികളെ നിഷ്കരുണം കുടഞ്ഞു കളയാൻ അഭിഷേകമുള്ള ഒരു ജനറേഷൻ. യേശു കർത്താവ് പറഞ്ഞൊരു പദം കൂടെ പറയാം. മരണകരമായത് യാതൊന്ന് കുടിച്ചാലോ കടിച്ചാലോ നിനക്കെന്തോ ചെയ്യത്തില്ല? പറ, ഒരു ദോഷവും വരത്തില്ല. Why? Because എന്റെ അകത്തൊരു ശക്തി. We praise God, we praise God, we praise God. എനിക്കറിയാം, ഒരു ശക്തി വ്യാപരിക്കുന്നല്ലോ, ഒരു ശക്തി വ്യാപരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ചില സാമ്പത്തിക കുരുക്കുകളെ പൊട്ടിക്കുന്ന ഒരു ശക്തി സാമ്പത്തികമായി. ഞാനിത് പറയുമ്പം നന്മകളെ കെട്ടിവെച്ച ചില കെട്ടുകൾ അത് ഇന്ന് പൊട്ടോ. നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ, നിങ്ങളുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് കുരുക്കിയിട്ടിരിക്കുന്ന ചില കെട്ടുകൾ, ഇതൊരു ബാധയാ, ഇതൊരു ദേശത്തിന്റെ പോരാ. അതിന്നിവിടെ ബ്രേക്ക്. യേശുവിങ്കൽ നിന്ന് ഇന്ന് ഇതിനകത്ത് യേശു ഉണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് കര ഉയർത്തിക്കേ. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. ഹല്ലേലൂയ. യേശുവിങ്കൽ നിന്ന് നിങ്ങളുടെ മേൽ, ഹല്ലേലൂയ, സന്തോഷം. യേശുവിങ്കൽ നിന്ന് ശക്തി പുറപ്പെടുകയാ. ജോർജ്, യേശുവിങ്കൽ നിന്ന് ശക്തി പുറപ്പെടുകയാ. അലക്സ്യ, ശക്തി പുറപ്പെടുകയാ. മാത്യു സംഘളെ, ശക്തി പുറപ്പെടുകയാ. മോളെ, നിന്റെ മേലെ ശക്തി. ശക്തി. ആന്റിയ, ശക്തി. മോളെ, നിന്റെ മേലെ ശക്തി. നോക്കിയ 12 വർഷത്തെ കുരു കഴിഞ്ഞല്ലോ. ഇനി അവൾ സ്വസ്ഥത അനുഭവിക്കാൻ പോവാ. പറ, നിന്റെ വീടിനകത്ത് നീ സ്വസ്ഥത അനുഭവിക്കാൻ പോവാ. ബാധ മാറിയ, നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ ശക്തി മാറിയ, അലക്സ ആത്മാവ് പ്രവചിക്കുന്നു. ഡിസ്റ്റർബ് ചെയ്യുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. കർത്താവേ, ആ ശക്തി ജനത്തിന്റെ മേൽ തുറന്നത് കൊണ്ട് നന്ദി. ഇന്ന് ഈ കൂടാരങ്ങൾ അത് വെളിപ്പെടട്ടെ. അടുത്ത 6 ദിവസം തിങ്കൾ മുതൽ ശനി വരെ അടുത്ത 6 ദിവസം ഇവരൊരു പവർ ഹൗസ് ആവട്ടെ, ഇവരൊരു പവർ പോയിന്റ് ആവട്ടെ. ഇവർ നടക്കുന്ന ഇടങ്ങള്, ഇവർ ചെല്ലുന്ന ഇടങ്ങള് ഇവരൊരു ശക്തിയുടെ ജനറേറ്ററായി, ഒരു പവർ പോയിന്റ് ആയി. ഇനി ഞാനൊരു ദൂത് പറയാം. ഇവിടെ നിന്ന് ശക്തി പുറപ്പെട്ടു. ഒന്ന് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. 2, നിന്നെ തൊടുന്നവർ ശക്തി പ്രാപിക്കും.
പൗലോസൊക്കെ നടന്നു പോകുമ്പോൾ പൗലോസിനെ തൊടണ്ട, നിഴല് തട്ടുമ്പോ, ഹല്ലേലൂയ, നിഴല് തട്ടുമ്പോ എന്തോ പറയാൻ പറയുന്നു. നിന്റെ നിഴല് തട്ടുമ്പോ, നിന്റെ നിഴല് തട്ടുമ്പോൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. മോളെ, 3 മണി വരെ നീ മീറ്റിങ്ങിന് പോയിട്ട് പിന്നെയും ഇതിനകത്ത് വന്നത്. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, നീ ഒരു പവർ ഹൗസ് ആയി മാറാൻ പോവാ. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, നിന്റെ ലൈഫ് ചേഞ്ച് ആകാൻ പോകുന്നു. യെസ് 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 യെസ്, ഹല്ലേലൂയ. നാട്ടുകാരും വീട്ടുകാരും നിനക്കിട്ട പേര് ദൈവം മാറ്റുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പേര്, ഓ ശാലാഖ സേതരമന, നിന്റെ പേര് മാറൂ. യേശുവിന്റെ നാമത്തെ നീ സ്വീകരിച്ചോ. This year 2025 you are going to be a change. മോളെ, നിനക്കൊരു വലിയ ഭാവി ദൈവം ഒരുക്കുകയാ. ഇന്ന് പരിശുദ്ധാത്മാവാ നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത്. നാളുകളുടെ കുരുക്കുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് അഴിച്ചു കളയുന്നു. നിന്റെ ആരോഗ്യത്തെ കെട്ടിയത്, നിന്റെ സൗന്ദര്യത്തെ കെട്ടിയത് ഈ പരിശുദ്ധാത്മാവ് ഇന്ന് അഴിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പ്രവചിക്കുന്നല്ലോ, നീ ആൾ മാറിയവരെ പോലെ നിന്റെ മുഖത്തൊരു ഷൈനിങ് തരാൻ, നിന്റെ മുഖത്ത് ശാന്തമായി നിന്ന് 1 മിനിറ്റ് പ്രാർത്ഥിച്ച പവർ നിങ്ങളുടെ മേൽ പകരപ്പെടുന്നു. എനിക്കറിയത്തില്ല, ഹെവിയായ ഒരു പ്രസൻസ് ഞാൻ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നു. റിസീവ് 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 റിസീവ്. സ്വീകരിക്കാട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാടെ. എനിക്കറിയാം ആരൊക്കെയോ കർത്താവ് തൊടുന്നല്ലോ. ഒന്ന് കരയാൻ തോന്നുന്നെങ്കിൽ നിങ്ങളെ വിട്ടുകൊടുത്തോ, ശരീരത്തെ അങ്ങ് വിട്ടുകൊടുത്തോണേ. എന്തൊക്കെയോ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചെയ്യുന്നല്ലോ. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. The holy presence, the holy presence. സാന്നിധ്യം സ്വീകരിപ്പാൻ ഇന്ന് രാത്രി നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങത്തില്ല. ഒരു പ്രാർത്ഥനാ മണ്ഡലം തുറക്കും. പരിശുദ്ധാത്മാവിനെ പ്രവചിക്കുന്നു, മാവേലിക്കരയുടെ ആത്മമണ്ഡലത്തെ ഒതുക്കിയ ഒരു വ്യാപാരം, ചുരുക്കിയ ഒരു വ്യാപാരം, വളരാൻ കഴിയാതെ, വളർത്താൻ കഴിയാതെ അതിനെ ബന്ധിച്ച ചില ശക്തികൾ, അതിനോട് പോരാടാൻ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ മാവേലിക്കര പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ മാവേലിക്കര പട്ടണത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ഒരു വലിയ കൂട്ടം നശിച്ചുകൊണ്ടിരിക്കുക. ഒരു പുതിയ തലമുറ, ഒരു പുതിയ തലമുറ, ഒരു പുതിയ തലമുറ നശിക്കുക. ഓ
ഞാനൊരു പ്രവചന ശബ്ദം പറയാം. നിങ്ങൾ ഈ മാവേലിക്കരയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ